ജാതി വ്യവസ്ഥയെക്കുറിച്ച് സംസാരിക്കാൻ UDFന് ധൈര്യമുണ്ടോ എന്ന് കെ രാധാകൃഷ്ണൻ MP മീഡിയ വണ്ണിനോട്. ജാതി വ്യവസ്ഥ തകരാതെ പട്ടികജാതിക്കാർക്ക് നീതി കിട്ടില്ല. പട്ടികജാതി വിഷയം പട്ടികജാതിക്കാരൻ തന്നെ കൈകാര്യം ചെയ്യണമെന്നില്ല. തന്നെ വലിയ പദവികളിൽ എത്തിച്ചത് CPM ആണെന്നും ഇപ്പോൾ നടക്കുന്ന പ്രചാരണം വോട്ട് നേടാനാണെന്നും രാധാകൃഷ്ണൻ പറഞ്ഞു. ഈ മണ്ഡലത്തിലെ ഏറ്റവും വലിയ ജനകീയനായ നേതാവ് കെ രാധാകൃഷ്ണനാണ്. അദ്ദേഹത്തെ മന്ത്രിസഭയിൽ നിന്ന് മാറ്റി ലോക്സഭയിലേക്ക് അയച്ചത് പട്ടികജാതി വിഭാഗത്തിൻ്റെ അധികാര പങ്കാളിത്തം ഇല്ലാതാക്കി എന്ന ഒരു വിമർശനവും ഇന്നലെ UDF ഉന്നയിച്ചു. ഇപ്പോൾ കെ രാധാകൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നു. ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ MP MLA ആയിട്ടിരിക്കാൻ പറ്റില്ല, മന്ത്രിയും MP ആയിട്ടിരിക്കാൻ പറ്റില്ല, രാജിവെക്കേണ്ടി വന്നു. അപ്പോൾ അതുമായി ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ ലാസ്റ്റ് ഡേയിൽ ചോദ്യം. അധികാര പങ്കിടലിനെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റുകാർക്കും ഇടതുപക്ഷക്കാർക്കും ഒക്കെ കൃത്യമായിട്ടുള്ള ധാരണയുണ്ട്. അധികാര കേന്ദ്രീകരണമല്ല, അധികാരം വികേന്ദ്രീകരിക്കുക, സമ്പത്ത് വികേന്ദ്രീകരിക്കുക, അറിവ് വികേന്ദ്രീകരിക്കുക. ഈ തൊലിപ്പുറമേയുള്ള കാര്യമല്ലത്. മനുഷ്യൻ്റെ ജീവിതത്തിൽ അടിസ്ഥാനപരമായ മാറ്റമുണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു നിലപാടാണത്. ഈ ആരോപണത്തിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നാൽ ഈ എന്താണ് UDF ലക്ഷ്യം വെക്കുന്നതാണ് LDF അല്ലെങ്കിൽ താങ്കൾ മനസ്സിലാക്കുന്നത്? തെരഞ്ഞെടുപ്പിൽ കുറച്ച് വോട്ട് മാറ്റാൻ പറ്റുമോ നോക്കും. ഇന്ത്യയിലെ അസമത്വങ്ങൾ ബ്രിട്ടീഷുകാരുടെ കാലത്തേക്കാൾ കൂടുതൽ വർദ്ധിച്ചു എന്നാണ് പറയുന്നത്. എന്താ ഇവർക്ക് പറയാനുള്ളത്? അധികാര പങ്കാളിത്തം അല്ല, മറിച്ച് പട്ടികജാതിക്കാരെയും തുല്യതയിലേക്ക് കൊണ്ടുവരുന്ന നിയമങ്ങളും നയങ്ങളാണ് പ്രധാനമെന്നുള്ളതല്ലേ? കറക്റ്റ്. ഈ ഒരാളെ അധികാരത്തിലെത്തിച്ചതുകൊണ്ട് മാത്രം, ഒരു റെപ്രസെൻറ്റേറ്റീവ് അവിടെ ഉണ്ടായതുകൊണ്ട് മാത്രം എല്ലാം ഞാൻ അതാ ചോദിച്ചത്. 2 ഇന്ത്യൻ പ്രസിഡന്റുമാർ പട്ടികജാതി, ഒരു പട്ടികവർഗത്തിൽ, അങ്ങനെ ആരെങ്കിലും അവരുടെ പ്രശ്നം പരിഹരിക്കണ്ടേ? കുറച്ച് മന്ത്രിമാരുണ്ടായി കഴിഞ്ഞാൽ മാറുന്നതാണോ ഈ സാമൂഹിക പ്രശ്നം? അല്ല, അവരുടെ സാമൂഹ്യ ക്ഷേമം എന്നതിനപ്പുറം അധികാര പങ്കാളിത്തം എന്നൊരു വിഷയം കൂടിയാണ് ഇന്നലെ മാത്യു കുഴൽനാടൻ ഉന്നയിച്ചത്. അതിൽ പ്രധാനമായിട്ടും ഈ വിഭാഗങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യങ്ങളോ അല്ലെങ്കിൽ അവസരങ്ങളോ കിട്ടുന്നതിന് എതിരായിട്ട് നമ്മൾ നിൽക്കുന്നില്ല, ഈ പാർട്ടി നിൽക്കുന്നില്ല. കൃത്യമായിട്ട് അവസരങ്ങൾ കൊടുക്കാൻ വേണ്ടിയുള്ള നടപടി തന്നെ സ്വീകരിക്കും. ഇപ്പോൾ പട്ടികജാതി വികസന വകുപ്പ് മന്ത്രിക്ക് പട്ടികവർഗക്കാരുടെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ പട്ടികവർഗ വികസന വകുപ്പിൻ്റെ മന്ത്രിക്ക് എന്തുകൊണ്ട് പട്ടികജാതി വികസന വകുപ്പ് കൈകാര്യം ചെയ്തുകൂടാ എന്നുള്ളൊരു ചോദ്യം അവിടെ വരുന്നില്ലേ? ഒരു കാര്യം കൂടി അവർ ഉന്നയിച്ചത്, താങ്കൾ മുഖ്യമന്ത്രി സ്ഥാനത്തിന് തൊട്ടടുത്ത് എത്തിയ ആളാണ്. അപ്പോൾ താങ്കളെ പോലെ ഒരാൾ മാറ്റിയത് ആ പിന്നാക്ക വിഭാഗത്തിന് ലഭിക്കാവുന്ന ഒരു അവസരം ഇല്ലാതാക്കി എന്നുള്ളതാണ്. ഞാനിപ്പോൾ മുഖ്യമന്ത്രി ആവണോ ആവണ്ടേന്ന് ഉള്ള പ്രശ്നമല്ല. ഇതുവരെയെങ്കിലും ആകാൻ അങ്ങനെ ഒരു ക്വസ്റ്റ്യന് മുമ്പിലേക്ക് എന്നെ കൊണ്ടുവന്നാരാ? CPM ആണ്. ആണല്ലോ. ഇതുവരെ എന്നെ എത്തിച്ചതാരാ? CPM ആണ്. ആ പാർട്ടിയല്ലേ തീരുമാനിക്കുന്നത് ഞാൻ എവിടെ പ്രവർത്തിക്കും. ഇതുവരെ എങ്ങനെയാണ് ചെയ്തത്? താങ്കൾ ഈ ഇത്തരം വിമർശനങ്ങൾ ധ്രുവീകരണം സൃഷ്ടിക്കുമെന്ന് കരുതുന്നത്? മനഃപൂർവ്വം ഇടതുപക്ഷത്തെയും പ്രത്യേകിച്ചും CPMനെയും എതിർക്കാൻ വേണ്ടിയുള്ള ഓരോ പോയിന്റുകൾ കണ്ടെത്തുകയാണ്. അപ്പോൾ ആ പോയിന്റ് കണ്ടെത്തിയിട്ട് എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളതാണ്. ജാതി വ്യവസ്ഥയാണ് ഈ ദുരന്തങ്ങൾക്കെല്ലാം കാരണം. അധികാരത്തിനും സമ്പത്തുനിന്നും അറിവെന്നും എല്ലാം മാറ്റി നിർത്തിയത് ജാതി വ്യവസ്ഥയുടെ ഫലമായിട്ടാണ്. ആ ജാതി വ്യവസ്ഥയെക്കുറിച്ച് ഇവരുടെ അഭിപ്രായം പറയട്ടെ. ആരെങ്കിലും മുഖ്യമന്ത്രിയാവുകയോ ആരെങ്കിലും പ്രധാനമന്ത്രിയാവുകയോ ആരെങ്കിലും പ്രസിഡന്റ് ആവുകയോ എന്നുള്ളതല്ല, ഈ വ്യവസ്ഥയ്ക്കുള്ളിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ വ്യവസ്ഥ തകരാത്തോടത്തോളം കാലം ഈ പറയുന്ന ആളുകൾക്കൊന്നും മോചനം ഉണ്ടാകില്ല. UR പ്രദീപ് എന്ന സ്ഥാനാർത്ഥിയോട് താങ്കൾക്ക് താല്പര്യമുണ്ടായിരുന്നില്ല, താങ്കൾക്ക് അതൃപ്തിയുണ്ട് എന്നൊരു പ്രചാരണം UDFൻ്റെ പ്രചരണ വേദികളിൽ വലിയ തോതിൽ കേട്ടിരുന്നു. എന്നെ അറിയാത്തവർ പറയുന്നതാണ്, എന്നെ അറിയുന്നവരങ്ങനെ പറയില്ല. ചേലക്കരയിൽ കെ രാധാകൃഷ്ണനേക്കാൾ വലിയൊരു നേതാവില്ല. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ വളരെ സുപ്രധാനവുമാണ്. അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി UDFൻ്റെ വിമർശനങ്ങൾ ഉയരുന്നതും മറ്റൊന്നും കൊണ്ടല്ല. ക്യാമറമാൻ രാഹുൽ ബിജുവിനൊപ്പം MK ഷുക്കൂർ, മീഡിയ 1, ചേലക്കര.